അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ഒരാശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇതുപോലെ ഒരു സുന്ദരമായ പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടുവാൻ ഭാഗ്യം തന്ന സർവേശ്വരനായ പടച്ച തമ്പുരാൻ സർവ്വസ്തുതികളും അർപ്പിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, നമുക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മെ സഹായിച്ചവർ, കൂടെ നിന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹ് കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. ഓരോ ദിവസങ്ങളും വ്യത്യസ്തങ്ങളായ അറിവുകളിലൂടെയാണ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന മജ്‌ലിസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന അറിവുകളിലേക്കാണ് അൽഹംദുലില്ലാ അള്ളാഹിന്റെ വലിയ തൗഫീഖും എത്തിപ്പെട്ട് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന, ഒരുപാട് പേര് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത, നമുക്കറിയാം എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്, എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ തീരം മജ്‌ലിസ് ഉണ്ട്. ആത്മീയ മജ്‌ലിസ്, ബദരീങ്ങളുടെ പേരിലാണ് മജ്‌ലിസ്. ആ മജ്‌ലിസ് ഇങ്ങനെ നമ്മൾ ലൈവ് മജ്‌ലിസ് നടക്കുമ്പോൾ കമന്റിലൂടെ വരുന്നതൊക്കെയും ഈ ആവശ്യങ്ങളാണ്. എന്താണ് ആവശ്യം? ഉസ്താദേ, വിദേശത്തേക്ക് പോകാൻ ദ്വാരക്കണം, വിദേശത്തേക്ക് പോകാൻ ശരിയാകുന്നില്ല, ഭർത്താവ് വിദേശത്താണ്, ഭാര്യയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, തടസ്സങ്ങളാണ് എന്ന് പറഞ്ഞ് ഒരുപാട് സങ്കടങ്ങൾ പറയുന്നവരുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിദേശ യാത്ര എളുപ്പമാകാൻ മഹാരഥന്മാർ പറഞ്ഞ അനുഭവസ്ഥർ ഒരുപാടുള്ള ഒരു ഏറ്റവും ഫലവത്തായ ഒരു ഒറ്റമൂലിയാണ്. ഈ പറയുന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞാനിത് പറയുമ്പോൾ, ഈ മജ്‌ലിസിൽ ഇത് പറയുമ്പോൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഇത് ചൊല്ലിയിട്ട്, ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തത് ചൊല്ലിയിട്ട് വിദേശത്തെത്തിയ പല ആളുകളുണ്ടാവും. അധികം സഹോദരിമാരാണ്. കാരണം വിദേശത്തേക്ക് ഭർത്താവുണ്ട്, നാട്ടിൽ നിന്നൊന്നും പോകാൻ പറ്റണില്ല, പലതും ചെയ്തു, പലതും ശ്രമിച്ചു നോക്കി, നടക്കണില്ല, പല പല തടസ്സങ്ങളാണ്. അങ്ങനെ നടന്ന ഒരുപാട് സംഭവങ്ങൾ, ഞാനിത് ഞാൻ വലിയ ആളായത് കൊണ്ടല്ല ഇത് പറയുന്നത്, ഈ പറയുന്ന ദിക്റിന്, ഈ പറയുന്നതിന് വലിയ മഹത്വമുണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. ഞാൻ വലിയ ആളായത് കൊണ്ട് ശരിയായി ഒരിക്കലും ഞാൻ പറയൂല. അല്ലാഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹ് അല്ലാത്ത ഒന്നും നമുക്കില്ലാന്നേ, അല്ലാഹ് തരുന്നു, ഇത്രേ ഉള്ളൂ. അപ്പൊ എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പലരുടെയും ഭർത്താക്കന്മാർ, പലരുടെയും സഹോദരങ്ങൾ, പലരുടെയും മക്കൾ ഇന്ന് വിദേശത്താണ്. അവർ പ്രവാസികളാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ പരിത്യാഗികൾ ഈ സമയത്ത് പരിത്യാഗികൾ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് പ്രവാസികളെന്നാണ്. കാരണം എന്താണെന്നറിയോ? അവർ വലിയൊരു ത്യാഗത്തിലാണ്. കാരണം പേര് ഗൾഫുകാരാണ്. പലരുടെയും ജീവിതം പലപ്പോഴും ഉംറയ്ക്ക് പോകുമ്പോൾ, പലപ്പോഴും അവിടെ പോയി അവരുടെ ജീവിതങ്ങൾ കാണുമ്പോൾ, എല്ലാവർക്കും അങ്ങനെയാണെന്ന് അഭിപ്രായം ഇല്ല, എന്നാലും ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കാത്ത പ്രവാസികൾ കുറവാണ്. അവർ ചെല്ലും, ഇപ്പൊ ചിലപ്പോൾ നല്ല ജോലിയൊക്കെ AC റൂമിലായിരിക്കും, കറങ്ങുന്ന കസേരയായിരിക്കും, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇപ്പോഴും മരുഭൂമിയിൽ പണിയെടുക്കുന്ന, കഴിക്കാൻ ഒന്നുമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണം മാത്രമുള്ള എത്രയോ സഹോദരങ്ങളുണ്ട്. അല്ലാഹു പ്രവാസികളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പറയുന്നത്, ആ പ്രവാസ ലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പല തടസ്സങ്ങളാണ്. ജോലി, അങ്ങനെ പഠിത്തത്തിന് വേണ്ടി, അങ്ങനെ പല കാര്യങ്ങളുമായി തടസ്സം നിൽക്കുന്നവരുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് ആ പ്രവാസ ജീവിതം എളുപ്പമാക്കാൻ. ഭർത്താവ് അവിടെയുണ്ട്, കൊണ്ടുപോകാൻ സൗകര്യങ്ങളുണ്ട്, പക്ഷെ എന്തൊക്കെയോ തടസ്സങ്ങൾ, അത് മാറാൻ എന്ത് വേണം? ഇൻഷാ അല്ലാഹ് ഈ അമല് മുറുകെ പിടിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് അവിടെ എത്താം. അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ, അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ. ആരൊക്കെ പ്രവാസികളുണ്ടോ അവർക്ക് എല്ലാവർക്കും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യാനുള്ളത് ഒന്നുകിൽ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ, ഒന്നുകിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ, അല്ലെങ്കിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ്. ഒന്നാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം നിസ്കാരം കൃത്യമാക്കുക. അതാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ സഹോദരങ്ങളോട് പറയാനുള്ളത്. ആദ്യം നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. നിസ്കാരം കൃത്യമായാൽ അല്ലാഹ് നമ്മളെ സഹായിക്കും, അത് ഉറപ്പാണ്. നമ്മൾ തോന്നുമ്പോൾ നിസ്കരിക്കും, തോന്നുമ്പോൾ ഒഴിവാക്കും, അത് പറ്റൂല. കൃത്യമായി നമ്മൾ നമസ്കരിക്കുന്നവരാവുക. അത് കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒന്നാമത്തെ കാര്യം നിസ്കാരം കൃത്യമാക്കുക. 2, മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിലോ, ഇനി അപ്പം നമുക്ക് ഒരുപാട് ചൊല്ലാനുണ്ട്, പറയാനുണ്ട്, ഓതാനുണ്ട്, അപ്പൊ നമുക്ക് സമയമില്ല, എന്നാൽ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടാകട്ടെ. ഈ രണ്ടാലൊരു സമയത്ത് ഇശാഇന്റെയും മഗ്‌രിബിന്റെ ഇടയിലോ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടോ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ് ഒരു വട്ടം പാരായണം ചെയ്യണം. നമുക്കറിയാം ഏറ്റവും എളുപ്പമുള്ള സൂറത്താണ്, വേഗത്തിൽ ഓതി തീർക്കാൻ പറ്റുന്ന, പലരും ചൊല്ലുന്ന സൂറത്തുമാണ്. അതിന്റെ മഹത്വം നമ്മൾ മറ്റൊരു വീഡിയോ പറയും, സൂറത്തുൽ ഫത്ഹിന്റെ. ഇന്ന് അതിന്റെ നല്ല വീഡിയോ. സൂറത്തുൽ ഫത്ഹ് ഒരു വട്ടം പാരായണം ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് 489 തവണ. 4, 8, 9 489 4, 8, 9 പ്രത്യേകത പറയാം.
അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഈ തവണ 489, 489. ഇതെന്താണ്? ഈ ഇത്രയും എണ്ണത്തിൽ യാ ഫത്താഹു യാ അല്ലാഹ്, നമ്മൾ ഇങ്ങനെ സ്പീഡ് യാ ഫത്താഹ് യാ ഫത്താഹ് യാ ഫത്താഹ് അങ്ങനെയല്ല, കൽബറിഞ്ഞ് പടച്ചവനെ നീയാണ് വിജയം തരുന്നത്. ഫത്താഹ് എന്ന് പറഞ്ഞാൽ എല്ലാ വിജയത്തിന്റെയും കപാടമാണ്, എല്ലാ വിജയം നിന്റെ അടുക്കലാണ്. പടച്ചവനെ എല്ലാത്തിന്റെ വാതിൽ നിന്റെ അടുക്കലാണ്. തുറന്നു തരണേ അല്ലാഹ്, നീ വിജയിപ്പിക്കണേ അല്ലാഹ്. യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്. അല്പ സ്പീഡ് ആയാലും യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്. അക്ഷരസ്ഫുടതയോടുകൂടി ഇത് ചൊല്ലി 489 തവണ ഇത് ചൊല്ലണം. അപ്പം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇശാക്ക് ശേഷമോ സൂറത്തുൽ ഫത്ഹ് ഒരു വട്ടം, യാ ഫത്താഹു യാ അല്ലാഹ് 489 വട്ടം ചൊല്ലുക. എത്ര ദിവസം? 21 ദിവസം പതിവാക്കണം. 21 ദിവസം ഇത് പതിവാക്കിയാൽ ഉറപ്പിച്ചോ 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 വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ തടസ്സം മാറി ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്തുമെന്ന് ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്. ഇതാരുടെ ഉറപ്പാണ്? മുൻഗാമികൾ നമുക്ക് പറഞ്ഞു തന്നു, നമ്മളിത് പലർക്കും പറഞ്ഞു കൊടുത്തു. പലരും ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്, പലരും സഹോദരിമാരും ഭർത്താക്കന്മാരോടൊപ്പം വിദേശം സ്വസ്ഥമായി സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അതൊക്കെ വലിയ ഒരു അനുഭവമാണ്. അല്ലാഹ് ഭാഗ്യം തരട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, ഈ സൂറത്തുൽ ഫത്ഹും ഈ യാ ഫത്താഹു യാ അല്ലാഹ് ഇത് 21 ദിവസം പതിവാക്കിയാൽ, ഈ പറയുന്ന സമയത്തായിരിക്കണം, എണ്ണം തെറ്റാൻ പാടില്ല. കൃത്യമായി ഒളുവോടുകൂടി ആത്മാർത്ഥ ഹൃദയത്തോടുകൂടി നമസ്കാരം കൃത്യമാക്കുന്നതിനോടൊപ്പം അത് എടുത്തു പറയണമല്ലോ, അതിന്റെ കൂടെ ഇത് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വിദേശത്തേക്ക് എത്താൻ അല്ലാഹു വലിയ തൗഫീഖ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ വിദേശ പഠനവും വിദേശ ജോലികളൊക്കെ എളുപ്പമാക്കട്ടെ. അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഖൈറിന്റെ വാതായനങ്ങൾ അല്ലാഹു തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാരക്കയാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി നമുക്ക് ഉപകാരപ്രദമാവണില്ലേ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോ ദിവസം ഇതുപോലെ അറിവുകൾ കുറഞ്ഞ സമയം, ഒരു 10 മിനിറ്റിനുള്ളിലാണ് എല്ലാം പറയുക. അത്രേ നമുക്ക് സമയമുള്ളൂ. കാരണം എന്താ, നമുക്ക് ആർക്ക് സമയമില്ല. പറയണേ എനിക്ക് സമയമില്ല, കേൾക്കണം നിങ്ങൾക്ക് സമയമില്ല. ശരിയല്ലേ? നമ്മൾ ബിസിക്കാരാണ്. അല്ലാഹ് കബൂലാക്കട്ടെ. ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അറിവ് ഷെയർ ചെയ്യൽ, അറിവ് മറ്റുള്ളവരിലേക്ക് പകർത്ത്, അത് സ്വതക്കയാണ്. അതുകൊണ്ട് എല്ലാവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക. ഞാൻ അങ്ങനെ എത്തിച്ചു കൊടുക്കുക, ഞാനിത് കൊടുക്കുമ്പോൾ ആരെങ്കിലും രക്ഷപ്പെട്ടാലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അള്ളാഹു ഖുർആനല്ലേ, ഖുർആനിലെ ഇസ്മുകളല്ലേ, ഇതൊക്കെ മഹത്വമുണ്ട്. അല്ലാഹ് ഭാഗ്യം തരട്ടെ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് ഇസ്ലാമിക ചരിത്രങ്ങൾ വളരെ ഇതുപോലെ കുറഞ്ഞ സമയത്തിൽ മഹാന്മാരുടെ ജീവിത ചരിത്രങ്ങൾ ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകുന്ന ഒരു കഥ പറച്ചിലുണ്ട്. ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നാണ്. ചരിത്രത്തിലൂടെ ബദറിൻ തീരം ഒരു സഞ്ചാരമാണ്. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്ത് ചരിത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ആ ചാനലിലെ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്, കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നാണ് ചാനലിന്റെ പേര്. അതോടൊപ്പം രാത്രി 9 മണിക്ക് ബദറിൻ തീരം ആത്മീയ മജ്ലിസിന്റെ ഒരു മജ്ലിസുമുണ്ട്. ഈ 3 ചാനലും വോയിസ് ഓഫ് ഷഫീഖ് ബദരി, ബദറിൻ തീരം ചരിത്ര കഥകൾ, ബദറിൻ തീരം ആത്മീയ മജ്ലിസ്, 3 നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ ഭാഗവാക്കാവുക. എല്ലാം ബദരീങ്ങളുടെ കണക്റ്റഡ് ആണ്. ബദരീങ്ങളാണ് നമ്മുടെ പിടിവള്ളി. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. ആരെല്ലാം നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവരുടെ എല്ലാവരുടെയും സങ്കടങ്ങളും നൊമ്പരങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആവലാദികളും വേവലാദികളും ദുരിതങ്ങളും എല്ലാം അല്ലാഹു മാറ്റി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. പ്രവാസി ലോകത്ത് ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും സമാധാനം തരട്ടെ. യുദ്ധഭീഷണിയിലാണ് പല നാടുകളും, പല ആളുകളും. അല്ലാഹ് കബൂലാക്കട്ടെ. സുരക്ഷിതത്വം കബൂലാക്കട്ടെ. എന്ത് ബുദ്ധിമുട്ടും പ്രയാസവും രോഗങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹു മാറ്റി അവർക്കും നമുക്കും അല്ലാഹു ഖൈറായ വീട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറായ ജീവിതം തരട്ടെ. പോകാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ ഇത് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും റബ്ബ് അല്ലാഹു തൗഫീഖ് കൊണ്ട് അവർക്കത് നിറവേറ്റി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.